ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങളെ വിട്ടിട്ട് പോയ, നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയ അല്ലെങ്കിൽ സെപ്പറേഷനിൽ പോയിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധമുണ്ടോ, നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൽ ഒരു കുറ്റബോധമുണ്ടോ അവർക്ക് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ആരെങ്കിലും ഫേസ്ബുക്കിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ആ ഒരു നിമിഷം തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത്, നിങ്ങളെ വിട്ടിട്ട് പോയ ആ ഒരു വ്യക്തിക്ക് കുറ്റബോധമുണ്ടോ, പശ്ചാത്താപമുണ്ടോ, നിങ്ങളെ ഉപേക്ഷിച്ച് പോയതിൽ അവർക്ക് വിഷമമുണ്ടോ, ഇപ്പോൾ അവർ എന്താണ് ആ ഒരു കാര്യം ആലോചിക്കാറുണ്ടോ, അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ അവരെന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളെ വിട്ടിട്ട് പോയ ആ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടോ, അവർക്ക് പശ്ചാത്താപമുണ്ടോ, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് കിട്ടുന്നത് 10 ഓഫ് കപ്സിൻ്റെ ഒരു കാർഡാണ്. ഓക്കെ, പേജ് ഓഫ് സോഡ്സ്. ദെൻ നമുക്ക് കിട്ടുന്നത് 7 ഓഫ് കപ്സ് ആണ്. 7 ഓഫ് കപ്സ്. ദെൻ 7 ഓഫ് സോഡ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, 3 ഓഫ് വാൻഡ്സ്. ദെൻ 9 ഓഫ് വാൻഡ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 9 ഓഫ് വാൻഡ്സ്. ഓക്കെ, കിങ് ഓഫ് സോഡ്സ്. ഓക്കെ, 7 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ്. ക്യൂൻ ഓഫ് സോഡ്സ്. 2 ഓഫ് വാൻഡ്സ് ആൻഡ് 10 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. മാസ്റ്റർ കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 5 ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റബോധം ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് 5 ഓഫ് കപ്സ് ആണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ 10 ഓഫ് വാൻഡ്സിൻ്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് കാർഡുകളാണ് ഈ റീഡിങ്ങിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് കൊടുക്കുന്ന കാർഡുകൾ. 5 ഓഫ് കപ്സ് എന്ന് പറയാൻ സാധാരണയായിട്ട് ഞാൻ എന്തോ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നൊരു ദുഃഖം, അതിനെയാണ് കാണിക്കുന്നത്. ഒരു ബന്ധം അവസാനിച്ചതിന് ശേഷവും അന്ന് ഞാൻ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് എൻ്റെ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പിന്നീട് ചിന്തിക്കുന്ന ഒരു പേഴ്സണൽ എനർജിയാണ് ഈ ഒരു 5 ഓഫ് കപ്സ്. 10 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവര് ഈ ഒരു നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർക്കുന്ന സമയത്ത് അവർക്ക് വളരെയധികം ദുഃഖവും അതുപോലെ ഒരു ഭാരവും ഒക്കെ ഉള്ളതായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം തന്നെ ഇപ്പോൾ ഒരു ഭാരമായിട്ട് അവരിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാർഡുകളിലും ഇവിടെ ഒരു ഗിൽറ്റ് ഫീലിംഗ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 6 ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ 10 ഓഫ് കപ്സ്. ഫസ്റ്റ് വന്നിട്ടുണ്ട് 10 ഓഫ് കപ്സ് ആണ്. ഈ ഒരു കോമ്പിനേഷൻ ആ ഒരു പാസ്റ്റിലെ സന്തോഷകരമായ ഓർമ്മകളെയാണ് സൂചിപ്പിക്കുന്നത്. അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെ അവർ ഒരിക്കലും മറന്നിട്ടില്ല. പഴയ ചാറ്റുകൾ വായിച്ചു നോക്കുന്നുണ്ട് അവർ, പഴയ ഫോട്ടോസ് ഒക്കെ എടുത്ത് കാണുക, ഒരുമിച്ച് പോയ സ്ഥലങ്ങൾ എപ്പോഴും എടുക്കുക, ആ ഓർമ്മ വരുന്നു, അതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ. അപ്പം ഇത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഈ ഒരു റിലേഷൻഷിപ്പിന് അവർ ഒരിക്കലും ഒരു സമയത്ത് അവർ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു എന്ന് തന്നെയാണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്, ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ പേജ് ഓഫ് സോഡ്സിന്റെ ഒരു കാർഡ് ഉണ്ട്. ഈ കാർഡ് പറയുന്നത് അവര് ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നേരിട്ട് സംസാരിക്കണം എന്നില്ല നിങ്ങളോട്, നിങ്ങളെ അപ്പോൾ അറിയാനായിട്ട് ഒത്തിരി ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അവര് നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോടൊക്കെ വിവരങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ മുന്നോട്ട് പോയോ, അല്ലെങ്കിൽ നിങ്ങളവിടെ സ്റ്റക്കായി നിൽക്കുകയാണോ, നിങ്ങൾക്ക് വിഷമത്തിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതറിയാനായിട്ട് അവർക്ക് ഒത്തിരി ക്യൂരിയോസിറ്റി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ 6 ഓഫ് സോഡ്സ് ഉണ്ട്, അതുപോലെ 3 ഓഫ് വാൻഡ്സ് ഉണ്ട്. അവരെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു പഴയ കാര്യങ്ങൾ മറന്നു എന്ന് അർത്ഥം അതിനില്ല.
അതവർ മറന്നിട്ടില്ല, അതവർക്ക് ഒരിക്കലും മറക്കാനായിട്ടും പറ്റത്തില്ല. നിങ്ങളെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും അവരുടെ ലൈഫിൽ അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ഈ ഒരു കാർഡുകൾ പറയുന്നത് എനിക്ക് മുന്നോട്ടേക്ക് പോകേണ്ടി വന്നു, സിറ്റുവേഷൻസ് പലതും അങ്ങനെയായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ടേക്ക് പോകേണ്ടി വന്നു. പക്ഷെ അതിന്റെ അർത്ഥം എനിക്ക് വേദനയില്ല നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നതിൽ, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോകുന്നതിൽ എനിക്ക് വേദനയില്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എന്ന് പറയണം. അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഉപേക്ഷിച്ച് പോയതിൽ ഇപ്പോഴും വിഷമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് ഉണ്ട്, അതുപോലെ ക്യൂൻ ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് ഉണ്ട്. ഇവിടെ രണ്ടുപേരും ഒരു സോർഡ്സ് എനർജി ആയിട്ടാണ് കാണുന്നത്. ഇത് ഫീലിങ്സുകളേക്കാൾ കൂടുതലായിട്ട് യുക്തിയെ തിരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇന്നും ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോട് സ്നേഹമൊക്കെ ഉണ്ടാകാം. പക്ഷെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഒരു നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ പാസ്റ്റിലെ പ്രശ്നങ്ങൾ വീണ്ടും വരും എന്ന് കരുതി അവർ ആ ഫീലിങ്സുകളൊക്കെ നിയന്ത്രിച്ചു വെക്കുന്നതാണ്. അതിനാൽ തന്നെ ഇവിടെ കുറ്റബോധം ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവർ ശക്തമായിട്ട് നിലനിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 7 ഓഫ് പെൻഡക്കിൾസ്, അതുപോലെ 2 ഓഫ് വാൻഡ്സ്, രണ്ട് കാർഡുകൾ വന്നിട്ട് അവര് ഇപ്പോ ശരിക്കും വിലയിരുത്തപ്പെടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഇപ്പോ അവർ ഓൾറെഡി നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ സെപ്പറേഷനിൽ പോയിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് അവർ ആ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോയി. ആ എടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നോ എന്ന് അവർ വിലയിരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ആ ഒരു പേഴ്സണിലേക്ക് തിരികെ പോകേണ്ടതുണ്ടോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിച്ച് വിലയിരുത്തി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതിനെ തുടർന്ന് ഇങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ഓഫ് കപ്സിന്റെ ഒരു കാർഡ് ഉണ്ട്. ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോൾ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാർഡാണ്. ഹൃദയത്തിൽ ഇപ്പോഴും പറയാതെ വെച്ച് കുറേ ഫീലിങ്സുകൾ ഉണ്ട് എന്നാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. ചിലർക്ക് ഇത് ക്ഷമ ചോദിക്കാനുള്ള ഒരു ആഗ്രഹമായിരിക്കാം, ചിലർക്ക് ഇത് വീണ്ടും ഒന്ന് സംസാരിക്കാനുള്ള ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ ഇത്രയധികം തന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു, കെയർ ചെയ്തിരുന്നു, നീ പ്രതീക്ഷിച്ചതിനും അപ്പുറത്ത് സ്നേഹിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം എക്സ്പ്രസ് ചെയ്യാനുള്ള ബാക്കി കിടക്കുന്ന ഒരു അവരുടെ ആഗ്രഹമായിരിക്കും. പക്ഷെ ആ ബാക്കിയുള്ള സോർഡ്സ് കാർഡ് കാരണം ആ ഒരു ഫീലിങ്സുകൾ ഒരു ആക്ഷൻ ആകാതെ, ഒരു പ്രവൃത്തിയാകാതെ മനസ്സിനുള്ളിൽ തന്നെ നിൽക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങിന്റെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളെ വിട്ടുപോയതിനെ കുറിച്ച് അവർക്ക് നല്ല വിഷമമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളോടൊപ്പം ഉള്ള ആ ഒരു നല്ല ഓർമ്മകൾ അവരിപ്പോഴും ഓർത്തോർത്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ചില കുറ്റബോധം അവരുടെ മനസ്സിൽ ഒരു ഭാരമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവര് നിങ്ങളെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുകയോ അറിയാനായിട്ട് ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന എനർജീസ് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോ അവർ ആ ഒരു ഫീലിങ്സുകൾ അതായത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് അവരിൽ തന്നെ. എന്നിട്ട് അവർക്ക് തന്നെ മുൻഗണന കൊടുത്ത് മുന്നോട്ടേക്ക് പോകുന്നവരാണ്. അതിനാൽ തന്നെ ഒരു കുറ്റബോധം ഉണ്ട് എന്ന് നമ്മളിവിടെ പറയുമ്പോൾ തന്നെ അവർ ഉടൻ തിരിച്ചു വരും എന്നതിന് അതിന് ഒരു ഉറപ്പ് നമുക്ക് പറയാനായിട്ടും പറ്റുന്നില്ല. കാരണം ഈ ഒരു പേഴ്സൺ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്. അപ്പൊ അവര് നിങ്ങളെ വിട്ടുപോയത് നിങ്ങളെ പൂർണ്ണമായും മറന്നു കളഞ്ഞിട്ടില്ല. മുന്നോട്ട് പോകാനായിട്ട് അവർ ശ്രമിച്ചാലും ആ ഒരു നഷ്ടപ്പെട്ടതിന്റെ ഭാരം അവരുടെ മനസ്സിൽ ഇപ്പോഴും മുഴുവനായിട്ടും ഉണ്ട്. ആ ഒരു ഭാരം ഇറങ്ങിപ്പോയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയും അവർക്ക് കുറ്റബോധം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അതോടൊപ്പം തന്നെ അവർ തിരിച്ചു വരുന്നില്ല, പെട്ടെന്ന് തന്നെ ഒന്നും അവർ തിരിച്ചു വരുന്നതിന് ഒരു ഉറപ്പ് നമുക്ക് ഈ ഒരു കാർഡുകളിൽ കാണാനും പറ്റുന്നില്ല. അപ്പം കുറ്റബോധമൊക്കെ ഉണ്ട്, പശ്ചാത്താപം ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവർ തിരിച്ചു വരുന്നില്ല എന്നുകൂടി നമുക്ക് ജസ്റ്റ് ഈ ഒരു കാർഡുകൾ തന്നെ വെച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കിങ് ഓഫ് സോർഡ്സും അതുപോലെ ക്യൂൻ ഓഫ് സോർഡ്സും. ഈ രണ്ട് കാർഡുകളും പറയുന്നത് അവരിപ്പോ ഫീലിങ്സുകളേക്കാൾ കൂടുതലായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. പ്രാക്ടിക്കൽ മോഡിലേക്ക് പോകാൻ. പണ്ടൊക്കെ ആണെങ്കിൽ അവർ ഒത്തിരി ഫീലിങ്സുകൾക്ക് വില കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ കുറച്ചൊരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു ഇതിലാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു വ്യക്തി നിങ്ങളെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അവരിങ്ങനെ ചിന്തിക്കും, അപ്പൊ ഈ ഒരു സ്നേഹം മാത്രം പോരല്ലോ, ഞങ്ങൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കും. അപ്പൊ ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ
ഉണ്ടാകുന്ന കുറേയേറെ പ്രശ്നങ്ങൾ, സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങളാകാം, അങ്ങനെ എന്തെങ്കിലും മറ്റാളുകൾക്ക് വരുന്ന പ്രശ്നങ്ങളാകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കണ്ടാൽ അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബന്ധം ദീർഘകാലം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്ന് വരെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതായത് ഹൃദയം അതെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ വേണം എന്ന് പറയുന്ന സമയത്ത് ബുദ്ധി ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കൂ എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവുന്നു, ഓക്കെ, ഇത് ശരിയാവുന്ന ഒരു കാര്യമല്ല എന്നുള്ള രീതിയിൽ അവർ വേണ്ടി ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് 9 ഓഫ് വാൻഡ്സിന്റെ അത് ഒരു കാര്യങ്ങളാണ് അവരെ അവിടെ തടഞ്ഞു നിർത്തുന്നത് നിങ്ങളിലേക്ക് വരാതെ. പിന്നെ 9 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് ഉണ്ട്. ഇത് പഴയ ഒരു മുറിവുകളും ഭയവും ഒക്കെയാണ് കാണുന്നത്. ഒരാള് മുൻപ് അനുഭവിച്ച ഒരു വേദന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. വീണ്ടും അതേ ഒരു സാഹചര്യം നേരിടാനായിട്ട് അവർ പേടിക്കുന്നു എന്നതാണ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ പലതവണ വഴക്കുകൾ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു വ്യക്തിക്ക് ഈ ഒരു എന്നും ഒരു സ്നേഹം മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്നേഹം ഉണ്ടായിരിക്കാം. പക്ഷെ മനസ്സിൽ അവർ പലപ്പോഴും ചിന്തിച്ചു പോകും, തിരിച്ചു പോയി കഴിഞ്ഞാൽ വീണ്ടും അതേ ഒരു പ്രശ്നത്തിലൂടെയൊക്കെ ഞാൻ കടന്നു പോകേണ്ടി വരുമോ, വീണ്ടും ഞാൻ വേദനിക്കേണ്ടി വരുമോ. അതുകൊണ്ട് അവർ ഹൃദയം തുറക്കാതെ ഇങ്ങനെ അവരെ തന്നെ അവർ സംരക്ഷിച്ച് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ അവിടെ സ്നേഹം നല്ല രീതിയിൽ ഈ ഒരു പേഴ്സണോട് നിങ്ങളോടുണ്ട്. പക്ഷെ ഈ ഒരു പേടി കാരണം അവരങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ കുറച്ച് പേരുടെ എനർജീസ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. വരാതെ തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 6 ഓഫ് സോഴ്സിന്റെ ഒരു കാർഡ് ഉണ്ട്. ഈ ഒരു 6 ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞാൽ മറക്കലിനേക്കാൾ കൂടുതലായിട്ട് ഹീലിംഗ് ജേർണിയെ കുറിച്ചാണ് പറയുന്നത്. ഒരു ജോലി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെട്ട വ്യക്തി ആ ജോലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അയാൾക്ക് ഇഷ്ടമായിരുന്നു, പിന്നീട് പുതിയ അവസരങ്ങളിലേക്ക് അവര് ശ്രദ്ധ മാറ്റി ഇങ്ങനെ പോകും. അപ്പം അവർക്ക് ഇഷ്ടമാണെങ്കിലും അവർക്ക് ആ ജോലി നഷ്ടപ്പെട്ടു പോയല്ലോ. അപ്പൊ പിന്നെ അവർക്ക് ഇനി അവിടെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും, പിന്നീട് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റികളിലേക്ക് ശ്രദ്ധ മാറ്റി ആ ഒരു രീതിയിൽ അങ്ങനെ പോകും. അപ്പം ബന്ധങ്ങളിലും ചിലര് ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ഇപ്പോഴും അവരെ ഓർക്കുന്നുണ്ട്, പക്ഷെ എന്റെ ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എന്റെ ഫീലിങ്സുകൾ ഇവിടെ ഒരു വ്യക്തിയോടുള്ള സ്നേഹവും കാര്യങ്ങളും ഒന്നും ഇല്ലാതാകുന്നില്ല. പക്ഷെ അവരിൽ തന്നെ ഇങ്ങനെ കുടുങ്ങി നിൽക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ശ്രമിക്കുന്നതുകൊണ്ട് അവരവരുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുന്നതുകൊണ്ട് അവര് മുന്നോട്ടേക്ക് പോകുന്നു. അപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ജേർണി അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമുക്ക് 7 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. ഈ ഒരു കാർഡ് ക്ഷമയുടെയും അതുപോലെ തന്നെ നിരീക്ഷണത്തിന്റെയും ഒരു കാർഡാണ്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കർഷകന് നമ്മളിങ്ങനെ വിത്ത് വിതയ്ക്കുകയാണ്. അപ്പൊ ഉടനെ തന്നെ ഒരു വിളവെടുപ്പോ കാര്യങ്ങളൊന്നും നടക്കില്ല. അവർ കുറേ നാൾ അതിനെ കാത്തിരിക്കണം, അതിനെ സംരക്ഷിക്കണം, വളമിടണം, എല്ലാം ചെയ്യണം. അപ്പൊ അതിനുശേഷം ഒരു സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിന്റെ ആ ഒരു ഹാർവെസ്റ്റിംഗ് ചെയ്യാനായിട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയും ചിന്തിക്കാം, ഇപ്പോ ഈ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഞാൻ തിരികെ വിളിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഞാൻ തിരികെ ചെല്ലുന്നത് ശരിയാണോ, സമയം കുറച്ചുകൂടി ഒന്ന് കടന്നു പോകട്ടെ, സ്ഥിതിഗതികളെല്ലാം മാറുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഒക്കെ അനുകൂലമായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാം എന്ന രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അവർ പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന ഒരു അവസ്ഥയിലല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുമാനം എടുത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരികയില്ല എന്ന് നമുക്കുള്ള ആ ഒരു ഫസ്റ്റ് റീഡിങ് ഇതിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് 2 ഓഫ് വാൻഡ്സും 3 ഓഫ് വാൻഡ്സും ഉണ്ട്. അപ്പൊ ഈ രണ്ട് കാർഡുകളും ഫ്യൂച്ചറിനെ നോക്കുന്ന കാർഡുകളാണ്. ഈ ഒരു 2 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ രണ്ട് വഴികളിൽ ഏത് തിരഞ്ഞെടുക്കാം എന്നൊരു ആശയക്കുഴപ്പം നമുക്കിവിടെ കാണാൻ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തികളുടെ എനർജി നമുക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇനി തിരിച്ചു പോകണമോ എന്ന് ഒരു സൈഡിൽ അവർ ചിന്തിക്കുന്നു. ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇനി ശ്രദ്ധ കേന്ദ്രീകരിച്ച് തിരിച്ചു പോകാതെ തന്നെ ഇപ്പൊ ഉള്ള ആ ഒരു പുതിയ ലൈഫിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകണമോ എന്നുള്ള ഒരവസ്ഥ. അപ്പം അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറെ ആളുകളുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ട് വ്യക്തികളായിരിക്കാം, രണ്ട് വഴികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ള ഈ ഒരു സിറ്റുവേഷൻ ഉള്ള വ്യക്തിയുടെ കൂടെ നിൽക്കണോ, അല്ലെങ്കിൽ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പേഴ്സൺ, അതായത് നിങ്ങളുടെ കൂടെ നിൽക്കണോ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കണോ എന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. മറ്റ് കുറെ ആളുകളെ നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലായിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കണോ, അല്ലെങ്കിൽ അപ്പുറത്ത് കാണുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകണോ, ഇങ്ങനെ രണ്ട് രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ 3 ഓഫ് വാൻഡ്സിലേക്ക് വരുമ്പോൾ തീരുമാനത്തിന്റെ ആ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സക്സസ് എങ്ങനെയായിരിക്കും എന്ന് കാത്തു നോക്കിയിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഞാൻ ഇനി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവരെന്നെ സ്വീകരിക്കുമോ, വീണ്ടും ഞാൻ നിരാശയിലേക്ക് പോകേണ്ടി വരുമോ, അല്ലെങ്കിൽ അവരെന്നെ ഇൻസൾട്ട് ചെയ്യുമോ, കാരണം ഞാനായിട്ട് ഉപേക്ഷിച്ച് പോകുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പൊ ഞാൻ വീണ്ടും അവരിലേക്ക് എന്ന മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുമ്പോൾ അവരെന്നെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് താങ്ങാൻ പറ്റില്ല. അപ്പം അതിലും ഭേദം ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന തന്നെയാണല്ലോ, അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് അവരെ നിങ്ങളിലേക്ക് വരാതെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരു ചിന്ത ഇങ്ങനെയാണ്, എനിക്ക് പഴയ കുറേ ഓർമ്മകളും ഫീലിങ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ
ആ ഒരു പഴയ മുറിവുകൾ ഇപ്പോഴും അങ്ങനെ തന്നെ മനസ്സിലുണ്ട്. അതിനാൽ തന്നെ ഞാൻ ഫീലിങ്സുകളേക്കാൾ കൂടുതലായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഒരു അന്തിമ തീരുമാനം എടുക്കാതെ സ്ഥിതിഗതികൾ ഞാനിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയം നല്ല രീതിയിൽ ഫ്യൂച്ചറിൽ നല്ലൊരു സമയം എനിക്ക് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഭാവിയെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും ഒരു പൂർണ്ണമായിട്ടും ഉള്ള ഒരു വ്യക്തത ഇല്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നല്ലൊരു സമയം വരുമ്പോൾ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാം എന്ന രീതിയിൽ ഒരു ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഇതൊരു അവരുടെ ഒരു മനസ്സിന്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന തോട്ട്സുകളാണ് നമുക്ക് ഈ കാർഡുകളിൽ നിന്ന് മനസ്സിലായത്. 7 ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്കത് പറഞ്ഞു തരുന്നത്. അതുപോലെ ടു ഓഫ് വാൻസും 3 ഓഫ് വാൻസും അത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. അവർക്ക് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. അവരിങ്ങനെ അത് വേണോ ഇത് വേണോ അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലൂടെയാണ് ഈ ഒരു പേഴ്സന്റെ ശരിക്കും പറഞ്ഞാൽ പോക്കിപ്പം. പിന്നെ അവര് ഫീലിങ്സുകളെക്കാൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു, പ്രാക്ടിക്കലായിട്ട് പ്രവർത്തിക്കുന്നു, മണി ഓറിയന്റഡ് ആകാനായിട്ട് ശ്രമിക്കുന്നു, കുറച്ചുകൂടി ഒരു ഹൈ അതോറിറ്റി പോസ്റ്റിങ്ങിലേക്കൊക്കെ പോകാനായിട്ടും ഒരു ഹൈ ക്ലാസ്സിലേക്ക് പോകാനായിട്ടൊക്കെ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളെയും ഒന്ന് പിന്നോട്ടേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു കറക്റ്റ് സമയം വരുമ്പോൾ എല്ലാം ശരിയാകും, അപ്പൊ ഞാൻ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാം എന്ന രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുത്തേക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 2002 എന്ന് പറയുന്നൊരു വർഷമാണ്. എക്സ്പെക്ട് മെറാക്കിൾസ്, നിങ്ങൾക്കൊരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്ന് പറയുന്നുണ്ട്. മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികളായിരിക്കാം. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ജൂൺ മന്ത് കിട്ടുന്നുണ്ട്. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ജാനുവരി മന്ത് കിട്ടുന്നുണ്ട്. പെയിന്റിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 2003, 1981, ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1989, നമ്പർ 42, 2 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ്. 1111 എന്ന് പറയുന്നൊരു ഏൻഷ്യൽ നമ്പർ കിട്ടുന്നുണ്ട്. 1 month വീണ്ടും ഒരു പോസിബിലിറ്റിയാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. ചൈൽഡിഷ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ പി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 weeks എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസസ് ഉണ്ട്. സോഷ്യൽ മീഡിയ വഴി ഒക്കെ പരിചയപ്പെട്ട വ്യക്തികളൊക്കെ ആകാനുള്ള ചാൻസസ് ഉണ്ട്. ലെറ്റർ എൽ നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ സി കിട്ടുന്നുണ്ട്. നമ്പർ 32, ഫോളോ ന്യൂ ട്രെൻഡുകളൊക്കെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. 1977 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. യെല്ലോ കളർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 29 കിട്ടുന്നുണ്ട്. ക്രേസി എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഐസ്ക്രീം ലവർ ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടുന്നത് ബ്ലാക്ക് എന്ന് പറയുന്നൊരു കളറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിൽ ഹൈപ്പ് കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.